യുഎസുമായുള്ള പുതിയ ഘട്ട ചർച്ചകൾക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ ഗൾഫിൽ വീണ്ടും അനിശ്ചിതത്വം തുടരുന്നു. മേഖലയിൽ സംഘർഷം വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഇറാന്റെ ഈ കടുത്ത നിലപാട്. അതേസമയം യുഎസ് സൈനിക ഉപരോധത്തിന് ശേഷം 27 കപ്പലുകളെ വഴിതിരിച്ചുവിട്ടതായി യുഎസ് മിലിറ്ററിയുടെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയും ഇറാനും പ്രസ്താവന യുദ്ധം കടുപ്പിച്ചതോടെ സമാധാന ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിലേക്ക് മധ്യസ്ഥരെ അയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞെങ്കിലും പുതിയ ഘട്ട ചർച്ചകൾക്ക് ഇല്ലെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇറാൻ കരാറിന് തയ്യാറായില്ലെങ്കിൽ രാജ്യത്തെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന ഭീഷണി ട്രംപ് ആവർത്തിച്ചു. ഇതും വിഷയങ്ങളെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. ഇറാന്റെ കപ്പലിന് നേരെ അമേരിക്ക വെടിയുയർത്തുന്ന വീഡിയോ പുറത്തുവിട്ടതും ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. Motor vessel Toska, vacate your engine room. Vacate your engine room. We're prepared to subject you to disabling fire. അതേസമയം പുതിയ സാഹചര്യത്തിൽ അടുത്ത ഘട്ട ചർച്ചകളിൽ കടക്കാൻ തീരുമാനം ഇല്ലെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ഇറാൻ നയതന്ത്രത്തിന് തയ്യാറാണെന്ന് അവകാശപ്പെടുമ്പോഴും യുഎസിന്റെ ഭാഗത്തുനിന്ന് ഗൗരവകരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ലെന്നാണ് ഇറാന്റെ ആരോപണം. ഇറാന്റെ ചരക്ക് കപ്പൽ US പിടിച്ചെടുത്തതും തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധവും നിലവിലെ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചുവെന്നാണ് ട്രംപിന്റെ ആരോപണം. ഇതെല്ലാം ഗൾഫ് ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിൽ അസ്വസ്ഥത പുകയാൻ കാരണമാകുന്നു. അതേസമയം 10 ദിവസത്തെ വെടിനിർത്തൽ ഏപ്രിൽ 21 തീരുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യവും ഉയരുകയാണ്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.